Good afternoon. Good afternoon. Good afternoon, ma'am. afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. നമ്മുടെ യൂണിറ്റ് 6 എടുത്തതാണോ? യൂണിറ്റ് 6 എടുത്തിട്ടുണ്ടോ? സൈക്കോളജി. ഇല്ല മിസ്, സൈക്കോളജി എടുത്തിട്ടില്ല. PDF കാണുന്നുണ്ടോ? കാണുന്നുണ്ട് മിസ്. Good afternoon, Miss. Good afternoon. Prayer ചൊല്ലട്ടെ മിസ്. സ്റ്റാർട്ട് ചെയ്തു. ദീപജ്യോതി പരം ജ്യോതി ദീപജ്യോതി ജനാദന ദീപോ ഹരതു മേ പാപം ദീപജ്യോതി നമോസ്തുതേ ശുഭം കരോതു കല്യാണം ആരോഗ്യം സുഖസമ്പദാ
द्वेषबुद्धिविनाशाय आत्मज्योतिर्नमोऽस्तु ते आत्मज्योतिप्रदीप्ताय ब्रह्मज्योतिर्नमोऽस्तु ते ब्रह्मज्योतिप्रदीप्ताय गुरुर्ज्योतिर्नमोऽस्तु ते. Om. Thank you, Miss. Thank you, everybody. തൊട്ടാരാണ്? Good afternoon, ma'am. Good afternoon. Today thought, a journey of 1,000 miles began with a single step. Thank you, ma'am. Okay. Good afternoon. Good afternoon. Good afternoon. Good afternoon to you. Good afternoon to all my friends. And how do you do? Hello, everyone. Welcome, welcome, welcome. This is Vinita V signing in. Hello, classmates and miss. Thank you for being here today. A warm welcome to our committee member Divya and Mufaisa, who have been taking care of this week. And thank you for everything they've done for encouraging and supporting our classmates. Okay, once more, welcome all you to this session. Thank you very much. Okay. Good afternoon to all. Good afternoon. Good afternoon, Miss. ഫുഡൊക്കെ കഴിഞ്ഞോ? No, Miss. ഇല്ല. ബാങ്കിലത്തെ തിരക്ക് കാരണം അവിടെ തലകറങ്ങിയിട്ട് വന്ന് നിൽക്കുക. ബാങ്കിലെ തിരക്കേ നാളെ ന്യൂ ഇയറും കൂടെ അല്ലേ, ബാങ്ക് അവധിയല്ലേ, അപ്പൊ തിരക്ക് കാരണം ഫീസ് അടയ്ക്കാൻ. എന്താ മിസ്സേ? ബാങ്കിലാണ് വർക്ക് ചെയ്യണേ. വർക്ക് ചെയ്തതല്ല, ബാങ്കിലേക്ക് പോയതാ ഫീ അടയ്ക്കാൻ ക്യാഷ് ഇടാൻ വേണ്ടിട്ട്. ബണ്ടിലല്ലേ അപ്പൊ ടീച്ചർ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. ഇന്ന് പുതിയ ലെസൺ ആണല്ലേ എടുക്കുന്നത്? നീറ്റ്സ് കഴിഞ്ഞിട്ട് സൈക്കോളജി പറയാം. സൈക്കോളജിയിലൊന്നും പറയാനില്ല, കുറച്ച് ക്ലാസ് പോകാനുള്ളൂ. പിന്നെ എടുക്കാം. യൂണിറ്റ് 8 നീറ്റ്സ്. നമ്മള് സൈക്കോളജി എന്നുള്ള ചാപ്റ്റർ എടുത്തിട്ടില്ല അല്ലെ? 6 എടുത്തിട്ടില്ലല്ലോ. എടുക്കാം. എന്താണ് നീഡ്സ്? ആവശ്യങ്ങൾ. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? ഫുഡ്, ഷെൽട്ടർ, ഫസ്റ്റ് തന്നെ ക്യാഷ് ആവശ്യം. ഇതല്ല ഫുഡ് ഷെൽട്ടർ എന്ന് ഞാൻ പറഞ്ഞതാ. നിങ്ങളുടെ ആവശ്യങ്ങൾ ഫുഡ് ആവശ്യമുണ്ട്, 3 കാര്യമാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്: ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. അങ്ങനെ ഫുഡ്, ഷെൽട്ടർ. ഓക്കെ, അത്രേ ഉള്ളൂ, വേറൊന്നും വേണ്ട. പിന്നെ വേണം ചോദിച്ചാൽ ഒരുപാടുണ്ട്. അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് പറഞ്ഞത്. ബേസിക് നീഡ്സ് പറഞ്ഞത്. അത്യാവശ്യമായിട്ട് അവസാനിക്കില്ലല്ലോ. വാൺസ് അൺലിമിറ്റഡ് അല്ലേ? അല്ല, നീഡ്സ് അൺലിമിറ്റഡ് ആണ്, പറഞ്ഞ അവസാനിക്കില്ല. മിസ്സേ മെയിൻ ആയിട്ടും പണമാണ് വേണ്ടത്. പണം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടാവും. പണം കൊണ്ടെല്ലാം നേടിയെടുക്കാനും കഴിയില്ല. രണ്ടും ഉണ്ടല്ലേ? എടാ, ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ നിലനിൽക്കണ പണം ഉള്ളവർക്കല്ലേ പറ്റുള്ളൂ. അത് ശരിയാണ്. പണം ഉള്ളവർക്കാണ് കൂടുതലും എന്താ പറയാ ബഹുമാനവും എല്ലാ കാര്യം കിട്ടുക. അങ്ങനെയല്ലടാ, നമുക്കിപ്പോ ഫുഡ് വാങ്ങണമെങ്കിൽ ക്യാഷ് വേണം, ഡ്രസ്സ് വാങ്ങണമെങ്കിൽ ക്യാഷ് വേണം, വീട് ഉണ്ടാക്കണമെങ്കിൽ ക്യാഷ് വേണം. എല്ലാത്തിനും പണമാണ് മുന്നില്.
പണം അധികമായ മനസമാധാനവും കുറയും. പക്ഷെ മനസമാധാനം പണം കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. നമ്മൾ ഈ സൈക്കോളജിക്കൽ നീഡില് ഒരു അത്യാവശ്യമാണല്ലോ മനസ്സിന് വേണ്ട സമാധാനം. പണമില്ലെങ്കിൽ മനസമാധാനവും ഇല്ല. പണം ഉള്ളവർക്കും മനസമാധാനം ഇല്ല. പണം എവിടെ വെക്കുക, കള്ളം കൊണ്ടുപോകോ, അങ്ങനെ എല്ലാം എങ്ങനെ മറ്റു ലിമിറ്റഡ് സമാധാനം ഇല്ല. ആയിട്ടാണ് വേണ്ടത്. എല്ലാം ലിമിറ്റഡ് ആണെങ്കിൽ എല്ലാം ഞാൻ സ്മൂത്ത് ആയി ശ്രദ്ധിച്ചോളാം. പോകും. അയ്യോ ആരും തർക്കിക്കല്ലേ. നമുക്ക് എന്തായാലും ജീവിക്കാൻ പൈസ വേണം അല്ലെ? മിസ്സേ പണം ഉള്ളതുകൊണ്ട് സമ്പന്നര് ദരിദ്രം എന്നുള്ളൊരു തരംതിരിവ് തന്നെ വന്നത്. വന്നത്. പക്ഷെ പണമില്ലാതെ എന്തെങ്കിലും നടക്കുവോ? ഒന്നും നടക്കത്തില്ല. ഇല്ല, ഒന്നും നടക്കത്തില്ല. പക്ഷെ പണമില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പണ്ട് അല്ലെ? അതായത് പണത്തിന് പകരം അപ്പൊ ബാർട്ടർ സമ്പ്രദായമായിരുന്നു ടീച്ചറെ. എന്തെങ്കിലും ഈ ചുമരിനപ്പുറത്തായിരുന്നു ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു. പറഞ്ഞ വിശ്വസിക്കുക നിങ്ങള്? കാലഘട്ടത്തൊക്കെ പണമായിരുന്നു. അതിന് മുന്നാണ് ബാർട്ടർ സമ്പ്രദായം ഉണ്ടായിരുന്നത്. ഇവിടെ പാല്യം പ്ലേസിന്റെ പേര് പാല്യത്തച്ഛനെ കുറിച്ച് കേട്ടിട്ടില്ല നിങ്ങള്? പാല്യത്തച്ഛനെ കുറിച്ച് കേട്ടിട്ടില്ല? പാല്യത്തച്ഛൻ വേലിത്തം പിന്നളവാം. കേട്ടിട്ടുണ്ട്. പാല്യത്തച്ഛന്റെ നാട്ടിലിരുന്നാണ് ഞാൻ ക്ലാസ് ചെയ്തത്. പാല്യത്തച്ഛന്റെ കൊട്ടാരമാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉള്ളത്. ഞാൻ ഉദാഹരണമല്ല, നമ്മുടെ നന്ദനം ഫിലിം ഷൂട്ട് ചെയ്തില്ലേ, നന്ദനം, അത് ഈ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ്. പിന്നെ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, സ്കൂളും ഒരു ഗ്രൗണ്ടും ഉണ്ട്. ഹയർ സെക്കൻഡറി സ്കൂളാണ്, പാലിയൻ സ്കൂളാണ്. ഈ ഗ്രൗണ്ടിലായിരുന്നു പണ്ട് ഈ ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നത്. അതായത് മാറ്റച്ചന്തയെന്ന് നമ്മുടെ നാട്ടിൽ പറയും, ബാർട്ടർ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ പാലിയത്തച്ഛൻ ഉണ്ടായിരുന്ന സമയം തുടങ്ങിയാണ് ഈ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് നോർമലി പറഞ്ഞാല് ചക്ക കൊടുത്തിട്ട് മാങ്ങ വാങ്ങിക്കാം, മാങ്ങ കൊടുത്തിട്ട് തേങ്ങ വാങ്ങിക്കാം, അങ്ങനത്തെ സിസ്റ്റം ആയിരുന്നു ബാർട്ടർ സിസ്റ്റം അല്ലെ? സാധന കൈമാറ്റ വ്യവസ്ഥ അല്ലെ? സാധനങ്ങൾ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ടായിരുന്നു. അവിടെ പണത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല, പണം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഓക്കെ, ഇപ്പൊ ചട്ടി കൊടുത്തിട്ട് ഇപ്പൊ ഒരു നല്ല കുറച്ച് ചെടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അവിടെ പണം എന്നല്ല, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കൈമാറ്റം ചെയ്ത് വാങ്ങിക്കുകയായിരുന്നു. ആ ഒരു സിസ്റ്റം ഇവിടെയാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ തൊട്ടുപുറകിലത്തെ ചെമ്പരിലാണ് ഗ്രൗണ്ട്, തൊട്ടുപുറത്ത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഭയങ്കര ചരിത്രം ഓർക്കുന്ന ഒരു മണ്ണാണ് നമ്മുടെ. അന്നത്തെ കാലത്ത് പൈസ വേണ്ട. പക്ഷെ ഇപ്പൊ ആ സിസ്റ്റം മാറിയിട്ട് ഇവിടെ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നടക്കുന്നത് മാറ്റച്ചന്ത എന്ന് പറഞ്ഞ വിഷുവിന്റെ സമയത്താണ്. വിഷുവിന്റെ തലേ ദിവസങ്ങളിൽ 2 ദിവസമാണ് ഇവിടെ മാറ്റച്ചന്ത അല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റം ഉണ്ടാവുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് പൈസ എടുക്കാൻ, അതിനകത്ത് കയറണമെങ്കിൽ തന്നെ പാസ് എടുത്തിട്ടാണ് കയറുന്നത്. ഓക്കെ, വിഷുമാറ്റ ചന്ത എന്നൊരു ബോർഡും അതിന് ഇഷ്ടംപോലെ ബിസിനസ്സും ഒരുപാട് പരിപാടികളൊക്കെയാണ്. ഈ കുടുംബശ്രീയുടെ കുറെ ചേച്ചിമാര് വഴി അങ്ങനെ പരിപാടികള്, ഒരുപാട് പൈസ കൊടുക്കാണ്ട് അതിനകത്ത് പോലും കയറാൻ പറ്റും. അപ്പൊ കാലഘട്ടം മാറിയതിനനുസരിച്ച് എന്താണ്, ബാർട്ടർ സിസ്റ്റം എന്നുള്ള സംവിധാനം അത് പോയി. ഇപ്പൊ പൈസ കൊടുത്തിട്ടായി നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ അതെ, ഓക്കെ. പറ്റി പറയാനുള്ള നിങ്ങളുടെ നാട്ടിലുണ്ടോ? പറയണ കേട്ടിട്ടുള്ളൂ, അല്ലാതെ നമ്മളുടെ സമയത്തൊന്നും നമ്മൾ അത് അനുഭവിച്ചിട്ടില്ല. ഇവിടെ നമ്മളെ ഫ്ലാറ്റിലേക്ക് ഒരാള് ഫുഡ് ഉണ്ടാക്കി കൊണ്ടത് നമ്മൾ ആ ടിഫിൻ ബോക്സിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. ആ സിസ്റ്റം മാത്രമേ എപ്പോ ഉള്ളൂ, ബാർട്ടർ സിസ്റ്റം ഒന്നും. അത് എന്നും നിലനിൽക്കുന്ന ഒരു സിസ്റ്റം അല്ലേ? അത് ശരിയാണ്. അതിന് സ്നേഹത്തിന്റെ എന്താ പറയും, സ്നേഹം എന്ന് പറയും, അല്ലാതെ ബാർട്ടർ എന്ന് പറയൂ. പക്ഷെ ആ തന്ന പാത്രത്തിൽ എന്തെങ്കിലും ഓട്ടയോ എന്തെങ്കിലും പറ്റിയാണ് താൻ കൊടുക്കണമെങ്കിലോ അവിടെ തീർന്നു. അങ്ങനെയൊന്നുമില്ല. ഇത് അതൊരു സെഫിയ പറഞ്ഞ പോലെ അതൊരു സ്നേഹത്തിന്റെ ഭാഗമായിട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ്, അല്ലാണ്ട് വേറെ ഒന്നും അത് പറയാൻ പറ്റില്ല. എന്തെങ്കിലും അവർ തന്ന സാധനത്തിൽ നമ്മൾ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടാണ് കൊടുക്കുകയും ചെറിയൊരു ബുദ്ധിമുട്ട് ആർക്കാണെങ്കിലും ഉണ്ടായിരിക്കും, ഇല്ലാതിരിക്കട്ടെ. അല്ല, നമ്മളത് കൊടുക്കുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. വെറും പാത്രം തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ? ശരിയാണ്. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചില്ലേ? നിങ്ങളുടെ ഉച്ചക്കത്തെ ആവശ്യങ്ങളൊക്കെ കഴിക്കാമോ?
പറഞ്ഞ ടീച്ചറെ മനസ്സിലായി കേട്ടില്ല. ഈ ഒരു ആഫ്റ്റർനൂൺ ടൈമിലുള്ള നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്നാണ് ഞാൻ ചോദിച്ചത്. കഴിഞ്ഞിട്ടൊന്നുമില്ല. മക്കള് വരുമ്പോ ഉണ്ടാവും ഒരു തിരക്ക്. സ്കൂളിൽ പോകുന്നില്ലേ? ആ മെയിൻ ആൾക്കാർ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു അല്ലെ? ഞങ്ങൾക്ക് ഇവിടെ തുറന്നിട്ടില്ല മിസ്. ശരിക്കും 10 ദിവസം പെട്ടെന്ന് പോയി എന്റെ അല്ലേ? മക്കൾക്ക് ഇവിടെ 6-ാം തീയതി ക്ലാസ് തുടങ്ങുള്ളൂ. ആണോ? ഓക്കെ. നമുക്ക് സൈക്കോളജിക്കൽ നീഡ്സ് ഓർക്കാം. നമ്മൾ പറഞ്ഞല്ലോ നമ്മൾക്ക് ജീവിക്കാനും എന്താണ് പണം ആവശ്യമാണ്, അതുപോലെ തന്നെ മറ്റു കുറച്ച് സാധനങ്ങളുടെ ആവശ്യമായിട്ടുള്ള, പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് സൈക്കോളജിക്കൽ നീഡ്സ് ആവശ്യമായിട്ട് വരും അല്ലെ? എന്തൊക്കെയാണ് നമ്മുടെ സൈക്കോളജിക്കൽ നീഡ്സ്? വാട്ടർ, clothing, sleep and rest, activity and exercise, and hygiene. Okay. Food and water. ജീവിക്കാന് ഓക്സിജനും കൂടി വേണ്ടേ? ഓക്സിജൻ ഇതിലോട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട് കേട്ടോ. നമ്മള് വലിയൊരു തിയറി ഒക്കെ പഠിക്കാൻ കിടക്കുവാണ്. ഓക്കെ, ഉണ്ടോ? ഹൈറാർക്കി ഓഫ് തിയറി എന്ന് പറഞ്ഞ അബ്രഹാം മാസ്ലോന്റെ ഒരു വലിയ തിയറി ഇവിടെ പഠിക്കാനുണ്ട്. നമ്മളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇതൊരു വലിയൊരു ചാപ്റ്റർ ആണ് അല്ലേ? വലിയ ചാപ്റ്റർ ആണ് ഈ തിയറിയാണ്. നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറിയാണ്. ഇത് ഇവിടുന്ന് താഴേന്ന് മുകളിലേക്കാണ് നമ്മൾ പഠിക്കാനുള്ളത്. മുകളിൽ താഴത്തേക്കല്ല, താഴേന്ന് മുകളിലേക്കാണ് ഇത് പഠിക്കേണ്ടത്. അപ്പൊ അതില് വരുന്നുണ്ട് ഓക്സിജനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ പഠിക്കണം. ഓക്കെ. വാട്ടർ ആൻഡ് ഫുഡ് ആൻഡ് വാട്ടറിന്റെ പ്രത്യേകത എന്താണ്? ഒരാൾ വായിക്കോ? ഞാൻ വായിക്കാം മിസ്റ്റർ. Food provides energy to do work, help in the growth and maintenance of the body, protects from diseases and performs a psychosocial function too. Water helps in regulating many body functions. A sufficient amount of food and water at the right time helps to the child to stay healthy and happy. Okay. ഫുഡ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്? ഫുഡ് പ്രൊവൈഡ്സ് എനർജി ടു ഡു വർക്ക്. എന്താണ്? ഭക്ഷണം നമുക്ക് ജോലി ചെയ്യാനുള്ള എനർജി, ഊർജം പ്രദാനം ചെയ്യുന്നു അല്ലെ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ് നമ്മളുടെ എന്തുണ്ടാവുന്നത്? നല്ല രീതിയിലുള്ള ആരോഗ്യം ഉണ്ടായിരിക്കുന്നത് അല്ലെ? നല്ല ഒരു ഹെൽത്തി ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ മാത്രമേ നമുക്ക് എന്തുണ്ടായിരിക്കുള്ളൂ? എനർജി ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു വിൽ പവർ ഉണ്ടായിരിക്കും. ഹെൽപ്പ് ഇൻ ദ ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ ബോഡി. അപ്പൊ ഫുഡ് എന്തിനെയൊക്കെ സഹായിക്കുന്നുണ്ട്? വളർച്ചയ്ക്കും വളർച്ചേനെ, അതുപോലെ തന്നെ നമ്മളുടെ ബോഡി മെയിൻ്റനൻസിനെ അത് സഹായിക്കുന്നല്ലേ? നമ്മളുടെ മൊത്തത്തിലുള്ള ശാരീരികമായിട്ടുള്ള മൊത്തത്തിലുള്ള വളർച്ചയെ സഹായിക്കുന്ന പ്രധാന ഘടകമാണ് എന്ത്? ഫുഡ് എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. Protects from diseases and perform a psychosocial function too. പിന്നെ ഭക്ഷണം നമ്മൾ എന്തെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? രോഗങ്ങളിൽ നിന്നും എടുക്കുകയാണ്. നമ്മള് രോഗങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? വിവിധ തരത്തിലുള്ള രോഗങ്ങൾ വരുമ്പോൾ നമ്മള് ചിലപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്താണ് അല്ലെ? നമ്മള് നമ്മുടെ ബോഡി വീക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് നല്ല ഭക്ഷണം കഴിച്ചിട്ടാണ് ബോഡിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ വിവിധ തരത്തിലുള്ള അസുഖങ്ങളൊക്കെ പിടിപെടുന്നതിൽ നിന്നെന്താണ് നമ്മുടെ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അത് കുറച്ചൊക്കെ നമുക്കത് ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അസുഖങ്ങളിൽ നിന്നൊക്കെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നത് എന്താണ്? ഫുഡ് ആൻഡ് വാട്ടർ തന്നെയാണ് അല്ലെ? ഓക്കെ. Then diseases and perform a psychosocial functions too. മാത്രമല്ല രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമല്ല എന്താണ്? മാനസികവും സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനത്തെ കൂടിയിട്ട് ഫുഡ് വാട്ടർ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. വാട്ടർ ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് മെനി ബോഡി ഫങ്ഷൻസ്. ഇനി വെള്ളത്തിന്റെ സഹായം നമ്മുടെ ബോഡിക്ക് ഏത് രീതിയിലാണ്? ബോഡി ഫങ്ഷൻ വരികയാണെങ്കിലും ഫസ്റ്റ് ഡോക്ടർ പറയണത് വെള്ളം നന്നായി കുടിക്കണം എന്നാണ് അല്ലെ?
നമ്മുടെ ബോഡി ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നില്ല. എല്ലാ ബോഡി ഓർഗൻസും നമ്മുടെ വെള്ളം കുടിക്കുന്നതിലൂടെയാണ് നമ്മള് എന്താണ് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഈ ഫുഡിൽ നിന്നും വാട്ടറിൽ നിന്നും കിട്ടിയിട്ടാണ് എന്താ നമ്മളുടെ ശരീരത്തിനുള്ള ആ ഒരു ആരോഗ്യം മികച്ച രീതിയിൽ നിലനിർത്തപ്പെടുന്നത്. ഓക്കെ, എല്ലാ ബോഡി ഫങ്ഷൻസും കൃത്യമായി പ്രവർത്തിക്കുന്നതിൽ എന്താണ് വെള്ളം നല്ല രീതിയിൽ പങ്കുവയ്ക്കുന്നത് തന്നെ. വെള്ളവും അതുപോലെ തന്നെ എന്താണ് ഫുഡും ഒരേപോലെ തന്നെ നമ്മള് ചിലര് പറയും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, വെള്ളം കുടിക്കാൻ പറയും അല്ലെ. ഭക്ഷണത്തിനെ കൂടുതലും എന്താണ് വെള്ളം നമ്മളുടെ ഉള്ളിൽ ഡീഹൈഡ്രേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ വെള്ളം നന്നായി കുടിക്കുന്നത്. പ്രത്യേകിച്ച് ഗർഭകാല പീരീഡില് അല്ലെ, ആ ഒരു പ്രഗ്നൻസി പീരീഡില് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ചിരിക്കുന്നത് നമ്മൾ ആ ഒരു പീരീഡിലായിരിക്കും അല്ലെ. അതായത് ആ ഒരു 9 months വരുന്ന ആ ഒരു 9 മാസം വരെയുള്ള കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ നമ്മള് വെള്ളം നന്നായിട്ട് കുടിക്കാനാണ് ഡോക്ടേഴ്സ് നമ്മളെ നിർദ്ദേശിക്കുന്നത്. A sufficient amount of food and water at the right time helps the child to stay healthy and happy. A sufficient amount of food and water at the right time helps the child to stay healthy and happy. എന്താ പറയുന്നത് പറഞ്ഞേ. ഒരു കുട്ടിയില് കൃത്യമായ അളവില് ഭക്ഷണം അതുപോലെ തന്നെ വെള്ളവും ലഭിക്കുന്ന സമയത്ത് എന്താണ് അവൻ നല്ല രീതിയിൽ ഹെൽത്തി ആയിരിക്കും അല്ലെ. നല്ലൊരു ആരോഗ്യം കുട്ടിയില് അതിന് നല്ലൊരു വളർച്ചയും നല്ലൊരു ആരോഗ്യം ഉണ്ടാവുന്നതിന് എന്താണ് ഫുഡും വാട്ടറും കൃത്യമായ രീതിയിൽ അവൻ കിട്ടിയാൽ മാത്രമേ അവനൊക്കെ എന്തായിരിക്കുള്ളൂ നല്ല ഹെൽത്തി ആയിരിക്കും. ആള് വളരെ ഊർജ്ജസ്വലനായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ അല്ലെ, വളരെയുള്ളൂ. അപ്പൊ ഓരോരുത്തരുടെയും ലൈഫിൽ എന്താണ് വെള്ളവും വാട്ടറും അതുപോലെ ഫുഡ് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകം തന്നെ. നമുക്ക് ഏറ്റവും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ആവശ്യമാണ്, മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു നീഡാണ് എന്താ ഫുഡ് ആൻഡ് വാട്ടർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെള്ളവും ഫുഡും ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? പറ്റും നിങ്ങൾക്ക്? ഒരു ദിവസവും 2 ദിവസവും ഒക്കെ നമുക്ക് ഭക്ഷണം ഇല്ലാതെ കഴിക്കാൻ പറ്റും അല്ലെ? അതിൽ കൂടുതൽ പറ്റുമോ? ഇല്ല. ഓക്കെ, അടുത്ത ആവശ്യം എന്താണ്? അടുത്ത നീഡ് എന്താണ്? ക്ലോത്തിങ്. പറഞ്ഞു. Proper selection of clothes keep the child safe from climate changes. Clothes have to be comfortable not only to be delicate skin of the child, but should also let free movement of limbs. Children feel very pleased when their garments have attractive design and colors. എന്താണ് ചിലു ക്ലോത്തിങ്ങിനെ പറ്റി പറയുന്നത്? ക്ലോത്ത് നമുക്ക് ആവശ്യമുണ്ടോ ചിലു? ക്ലോത്ത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ക്ലൈമറ്റ് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധന ക്ലോത്ത്. നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനം. വെള്ളവും ഫുഡും ഒന്നും ഇല്ലാതിരിക്കും, പക്ഷെ ഇല്ലാതെ നമുക്ക് പറ്റുമോ? എല്ലാം ഒരേപോലെ വേണ്ട സാധനം. പക്ഷെ വെള്ളവും ഫുഡും ഇല്ലെങ്കിൽ വേണമെങ്കിൽ 4 ദിവസം ഇരിക്കുക. ക്ലോത്ത് ഇല്ലാതെ പറ്റില്ലല്ലോ. കീർത്തി ക്ലാസ്സിൽ കയറിയിട്ടില്ലേ? ഉണ്ടല്ലോ. കീർത്തി ഉണ്ടോ? ഉണ്ട്. കേറിയപ്പോ കണ്ടില്ല, അല്ലെങ്കിൽ കീർത്തിയായിരിക്കും ആദ്യം കയറുന്നത്. Proper selection of clothes keeps the child safe from climate changes. എന്താണ് ഇവിടെ ക്ലൈമറ്റ് ചേഞ്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത്?
പ്രോപ്പർ സെലക്ഷൻ ഓഫ് ക്ലോത്ത്സ് ഉദ്ദേശിക്കുന്നത് ഓരോ കാലാവസ്ഥയ്ക്ക് വ്യത്യാസം. അനുസരിച്ച് ഓരോ ഡ്രസ്സ് ചൂസ് ചെയ്യണം. ഇപ്പൊ വിന്റർ ആണെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് അങ്ങനെ ഓരോരോ അതായത് നമ്മളുടെ പ്രോപ്പർ ആയിട്ടുള്ള സെലക്ഷൻ വസ്ത്രങ്ങളുടെ നമ്മൾ ശരിയായ രീതിയിലുള്ള തിരഞ്ഞെടുപ്പാണ് കുട്ടിയുടെ ആ കാലാവസ്ഥ നമ്മൾ ഉണ്ടാവുന്ന ക്ലൈമറ്റ് വ്യതിയാനത്തിൽ കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ നിന്നും കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ മഞ്ഞുകാലത്ത് ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സുകളാണ് കൊടുക്കുന്നത് ഇടാനായിട്ട്? വൂളൻ ടൈപ്പ്. വൂളൻ ടൈപ്പ് കൂടിയായിട്ടുള്ളത്. കൂടുതൽ ചൂട് നിലനിർത്തുന്നതിന് വേണ്ടി അല്ലെ, ബോഡി എന്താണ് ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ വൂളൻ ക്ലോത്ത്സ് ആണ് അല്ലെ മഞ്ഞുകാലത്ത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അതുപോലെ എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള വസ്ത്രവിധാനം കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരെ ആരോഗ്യപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുകളും എന്താണ് ഹെൽത്തിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സീസൺസിലും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇനി മഴക്കാലത്താണെങ്കിലോ മഴക്കാലത്ത് ചൂട് നിൽക്കുന്ന നമുക്ക് ടൈപ്പ് കട്ടി കൂടിയിട്ടുള്ള തുണികൾ തന്നെയാണ് ധരിക്കുക. അപ്പോഴും നമ്മള് ആ ഒരു സമയവും തണുപ്പ് തന്നെയാണ് അല്ലെ. പക്ഷെ കുറച്ചുകൂടി എന്താണ് കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ എന്താണ് മഴയൊക്കെ കൊണ്ട് സുഖങ്ങളൊക്കെ പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള പ്രൊട്ടക്ഷൻസ് ആ സമയത്ത് നമ്മൾ കൊടുക്കും. സമ്മർ സീസൺസിലാണെങ്കിലോ സമ്മർ സീസൺസിലെ കോട്ടൺ ക്ലോത്ത്സ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. കോട്ടൺ ആയിരിക്കും പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓരോ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു സെലക്ഷൻ ഉണ്ട്. ഏത് രീതിയിലുള്ള വസ്ത്രവിധാനമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് കൃത്യമായിട്ട് അറിയാം. അതൊരു പ്രത്യേകമായ ഒരു ആവശ്യം തന്നെയാണ്. അത് ഒഴിച്ചുകൂടാനാവാത്തൊരു ആവശ്യം തന്നെയാണ്. മഞ്ഞുകാലത്ത് എന്താണ് കുഞ്ഞിനൊരു നോർമൽ ഡ്രസ്സ് കൊടുത്ത എന്താ അവസ്ഥ? കുഞ്ഞിന് അതിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്ക് ഏതൊക്കെ സീസണിൽ ഏതൊക്കെ കൊടുക്കാമെന്ന് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ വിവേകത്തിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാം. ഓക്കെ. Clothes have to be comfortable not only to the delicate skin of the child, but should also let free movement of limbs. എന്താണ് പറയുന്നത്? Clothes have to be comfortable. നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരല്ലേ? എങ്ങനെ പോകുന്നുണ്ട് ക്ലാസ്? ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ. ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഏത് പറഞ്ഞ PG അല്ലേ പറഞ്ഞത്? എല്ലാം ഇംഗ്ലീഷ് 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 ഇംഗ്ലീഷാ? ഓക്കെ. ഇംഗ്ലീഷിൽ കുഴപ്പമില്ലാണ്ട് പോണു. ഓക്കെ. എന്താ ടീച്ചർ ചോദിക്കാൻ കാരണം? ചോദിച്ചേ ഒന്നുമില്ല. എന്നാലും നല്ല ആൾക്കാരോടാണ് ഞാൻ മുഖത്ത് എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ലില്ല, ഞാനും സെന്റൻസ് വായിച്ചപ്പോ ചോദിച്ചതാണ്. അത് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയാം. Okay. Clothes have to be comfortable not only to the delicate skin of the child, but should also let free movement of limbs. ഏത് രീതിയിലായിരിക്കണം കുട്ടികളുടെ വസ്ത്രവിധാനം ഉണ്ടായിരിക്കേണ്ടത്? കുറച്ച് ലൂസിലായിരിക്കണം. അതായത് കുട്ടികളുടെ കൈകാലുകൾക്ക് സ്വതന്ത്രമായിട്ട് ചലനം ഉണ്ടായിരിക്കണം അല്ലെ. മൂവ്മെന്റ്സ് ഓഫ് ലിംസ്, ഫ്രീ മൂവ്മെന്റ്സ് ആയിരിക്കും. അവരെ ഏത് തരത്തിലുള്ള ഡ്രസ്സാണോ ധരിക്കുന്നത് അത് കംഫർട്ടബിൾ ആയിരിക്കും. ഏത് സീസണിൽ ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഇട്ടാലും അത് അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അവരുടെ സ്കിന്നിന് നല്ല രീതിയിൽ സൂട്ടബിൾ ആവുന്ന രീതിയിലായിരിക്കും നമുക്ക് ചൂസ് ചെയ്യുന്നത്. അല്ലെ, നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഡ്രസ്സ് നമ്മൾ ഇടോ? ഇല്ലല്ലോ. ഇല്ല. നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഓക്കെ ആവാതെ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ പുറത്തു പോകില്ല. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അതേപോലെ തന്നെയാണ് കംഫർട്ടബിൾ ആയിട്ട് അവരുടെ ബോഡി മൂവ്മെന്റ്സിന് ഇണങ്ങുന്ന തരത്തിൽ ആ ഒരു ഫേഷ്യലുടെ കൃത്യമായ ചലനങ്ങള് പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലായിരിക്കും ഏത് ഡ്രസ്സ് ആണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സ് ആണെങ്കിലും നമുക്ക് കൊടുക്കേണ്ടത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം തന്നെയാണ്. അവിടെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ചില കുട്ടികൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ അമ്മമാരെ ഇടിച്ചിട്ടുണ്ടാവും. ചില പെൺകുട്ടികളെ ചെറിയ ഷോർട്സ് ഒക്കെ ഭയങ്കര ഇറുക്കി പിടിച്ചായിരിക്കും. അത് ഒരു ഫാഷന് വേണ്ടി ഇടുന്നതായിരിക്കാം. ഇവിടുന്നുള്ള അമ്മമാര് പിണങ്ങരുത് കേട്ടോ. ഇതിലുള്ള അമ്മമാര് ഇത് പറയരുത് അല്ലെ. നിങ്ങൾ ചില പെൺകുട്ടികളെ എങ്ങനെ ഡ്രസ് ഇടിപ്പിക്കാറില്ലേ? മിക്ക പേരും അങ്ങനെയാണ്. ഇപ്പോ ഫാഷൻ അല്ലേ, ഫാഷനാണ്. ചെറിയ ഷോർട്സ് ഒക്കെ ഭയങ്കര ടൈറ്റ് ആയിരിക്കുള്ളൂ. ഭയങ്കര ചില കുട്ടികൾ പുറത്തിറങ്ങുന്ന കണ്ടിട്ട് ഭയങ്കര വൃത്തികേടായിട്ടാണ് ചില പാരന്റ്സ് പുറത്തിറങ്ങുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ.
പിന്നെ എങ്ങനെയാണ് അതെ ടീച്ചറെ, ഇപ്പൊ അങ്ങനെയാണ്, കാലം മാറിയില്ലേ. ആ കാലം മാറി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല അല്ലെ, പെൺകുട്ടികൾ ഭയങ്കര മോശമായിട്ടുള്ള ഡ്രസ്സുകൾ ഇടിക്കണം. കാരണം സ്ലീവ്ലെസ് ഒന്നും നമുക്ക് പ്രശ്നമില്ല, പക്ഷെ താഴേക്ക് അങ്ങോട്ട് അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിട്ട് ബോഡി ലാംഗ്വേജിന് അനുസരിക്കാത്ത രീതിയിലാണ് ഡ്രസ്സ് ഇട്ടുകൊടുക്കുന്നത്. ഭയങ്കര ടൈറ്റനായിട്ടുള്ള ഡ്രസ്സസ് ഭയങ്കര, നമുക്ക് പുറത്ത് പോകുമ്പോ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. എല്ലാരും നോക്കി നിന്ന് പോകും. അല്ലേ? കാരണം അങ്ങനത്തെ വസ്ത്രധാരണമാണ് ഇപ്പൊ എല്ലാ കുട്ടികളും ഇടുന്നത്. എന്തോ അല്ല, ഒരുമാതിരിയുള്ള ഡ്രസ്സുകളാണ് ഇപ്പൊ എല്ലാ കുട്ടികളും ഇടുന്നത് അറിയാം. ശരിക്കും പറഞ്ഞാൽ വളരെ ബോറാണ്. പക്ഷെ സ്കെൽറ്റൻ ആയിട്ടുള്ള കുട്ടികൾക്ക് കുഴപ്പമില്ല, കുറച്ച് തടിച്ചിട്ടുള്ള ഉരുണ്ട കുട്ടികൾ നല്ല ഭംഗിയായിരിക്കും കാണാം. പക്ഷെ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ നോട്ടം ഭയങ്കര മോശമായിട്ടായിരിക്കും. അതേപോലെ എല്ലാം എക്സ്പോസ് ചെയ്തിട്ടായിരിക്കും കുട്ടികളുടെ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുക. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പാരന്റ്സ് ചിലപ്പോൾ അവര് ഫാഷന് വേണ്ടി ഇടുന്നതായിരിക്കാം, പക്ഷെ ഇപ്പോഴത്തെ സമൂഹം അറിയാലോ എങ്ങനെയാണെന്ന്. മാത്രല്ല ഇപ്പൊ ഫ്രീയും എന്തെല്ലാം നിയമങ്ങൾ വന്നിട്ടുണ്ടല്ലോ, സ്വന്തം ഡ്രസ്സ് ധരിക്കാന് സ്വാതന്ത്ര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെന്താ പ്രശ്നം? അങ്ങനെ ആയിരിക്കും. അങ്ങനെ നിയമം വന്നപ്പോ ഇവിടെയുള്ള ഈ എറണാകുളത്തുള്ള പെൺകുട്ടികളൊക്കെ ഇപ്പൊ ഡ്രസ്സ് ഇടാതൊക്കെ വന്നത്. മുകളിലുണ്ടാവും, താഴെ ഉണ്ടാവില്ല, താഴെ ഉണ്ടാവും, മുകളിലുണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് എറണാകുളം. കീറിയ ഡ്രസ്സുകളും അതാണ് ഫാഷൻ. കീറിയതും എല്ലാവിടെയും കാണുന്നുണ്ടാവും. എറണാകുളം ഇപ്പൊ ഭയങ്കര മോഡേൺ ആയി, ഭയങ്കരമായിട്ട് ഭയങ്കര മോഡേൺ ബാംഗ്ലൂര് പോലെ. എറണാകുളം. പക്ഷെ അങ്ങനെയൊക്കെ ഇട്ട് നടക്കുമ്പോ എന്തായാലും ആക്രമണങ്ങളൊക്കെ കൂടും. എന്തായാലും അങ്ങനെ കാണുമ്പോ മറ്റുള്ളവർക്ക് അതൊരു അട്രാക്റ്റീവ് ആയി തോന്നില്ലേ? അതിന് വേണ്ടി ഇടുന്നത്. പക്ഷെ പണ്ടിലെ ആൾക്കാർ സാരിയും ചുരിദാർ ഇട്ടപ്പോഴും അട്രാക്റ്റീവ് ആയിരുന്നല്ലോ. അതെ അതെ. ചിൽഡ്രൻ ഇതിനെന്തായാലും ഇപ്പൊ ഇതിന് രണ്ടാൾക്കാരുണ്ടാവും. ഒന്ന് ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, അപ്പൊ ഇടാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പൊ എന്തായാലും ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. ഇതെടുത്ത് പുറത്ത് വെക്കാനൊന്നും പറ്റില്ല. ഇല്ല, പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾ മാന്യമായ വേഷത്തിൽ പ്രവർത്തിക്കുന്ന എന്താ കുഴപ്പം? ഈ വാദിക്കുന്നവരോട് ഞാൻ പറയുന്നത് ഒരു കുഴപ്പമില്ല. നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കാണിച്ചാൽ പോരാ. ആവശ്യമില്ലാത്ത പക്ഷെ ഫിലിം, സീരിയല് അങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ടേ ഇപ്പത്തെ കുട്ടികൾ അങ്ങനെ ഇടാൻ ആഗ്രഹിക്കുകയും പിന്നെ പാരന്റ്സ് അതിന് സപ്പോർട്ടും കൂടി ചെയ്യുമ്പോ പിന്നെ എന്താ പ്രശ്നം? അതാണ് സഫിയുടെ മറുപടി. ഞങ്ങളങ്ങനല്ല, മുസ്ലിങ്ങളല്ലേ, നമുക്ക് അങ്ങനെയൊന്നും പറ്റില്ല, നമ്മ അങ്ങനെ ചെയ്യാറുമില്ല. അല്ല പറയാ, ഇപ്പൊ മൊത്തം അങ്ങനെയാണ് പറയാ. കുട്ടികളോട് പറഞ്ഞ ചോദിക്കും, എന്തിനാ അവിടേക്ക് നോക്കുന്നത്, അതല്ലാത്തത്, ഞങ്ങൾ ഇങ്ങനെയല്ലേ നടക്കുന്നത്, അങ്ങനത്തെ ന്യായങ്ങളാണ് അവര് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മളുടെ കൊച്ചുങ്ങളെ കാര്യങ്ങളാ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരോട് നല്ല രീതിയിൽ പോലും നമുക്കൊരു ഉപദേശമോ ഒരു ഒന്നും കൊടുക്കാൻ പറ്റില്ല ഈ കാലത്ത്. ശരിയാണ്. Okay, children feel very blessed when their garments have attractive design and colors. കുട്ടികൾക്ക് ഏതായിട്ട് ടൈപ്പ് ഓഫ് ഡ്രസ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്? കളർഫുൾ, അട്രാക്റ്റീവ്. അല്ല, അവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കണം, അവരുടെ സ്കിന്നിനോട് ഏറ്റവും സൂട്ടബിൾ ആയിരിക്കണം. പിന്നെ എന്താണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് അല്ലെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ കാണുന്നത് അല്ലെ. ആ ഒരു കളേഴ്സും പല മോഡൽസ് ഒക്കെ ഇഷ്ടം പെൺകുഞ്ഞുങ്ങൾക്കായിരിക്കും. ചില കുട്ടികളെ നല്ല കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സിനാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അല്ലെ. പെൺകുട്ടികളുടെ ഡ്രസ്സ് സൂട്ട് ചെയ്യുമ്പോ അത് ആൺകുട്ടികളുടെ കഴിഞ്ഞു, ഒരു നിക്കറോ ടീഷർട്ടോ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ പെൺകുട്ടികൾക്ക് ഏത് വെറൈറ്റി ടൈപ്പ് ഓഫ് ഡിസൈൻസും ഇടാം. എന്ത് രസമാണല്ലോ. എപ്പോഴും പരാതിയാണ് ടീച്ചറെ വീട്ടില്. 3 ആൺകുട്ടികൾ, എനിക്ക് ഒരു പെൺകുട്ടി. അപ്പൊ ഈ പെൺകുട്ടിക്ക് ആകുമ്പോ നമ്മൾ കൂടുതലും മറ്റ് സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുമല്ലോ, വള, മാല, എന്തും നമ്മൾ നോക്കുമ്പോ കുറച്ച് കൂടുതൽ ഇതാവുമായിരിക്കുമല്ലോ. അപ്പൊ ആൺകുട്ടികൾക്കാകുമ്പോ പെട്ടെന്ന് ഒരു ട്രൗസർ, ടീച്ചർ പറഞ്ഞ പോലെ അങ്ങനെ ആയിരിക്കും. അപ്പൊ അവർക്ക് എപ്പോഴും പരാതിയാ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെ ആക്കണമെന്ന്. എനിക്ക് പെൺകുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ്. ആൺകുട്ടികൾ ഇഷ്ടമല്ല, പക്ഷെ അവരിങ്ങനെ ഒരുക്കിക്കൊണ്ട് കിടക്കാം. എനിക്ക് 2 ചേച്ചിമാരാണ്. ചേച്ചിമാരുടെ കുട്ടികളെയൊക്കെ ഞാനാ നോക്കിയത്. നല്ല രസമല്ല അവരിങ്ങനെ ഒരുക്കിക്കൊണ്ട് കിടക്കാനായിട്ട്. നമുക്ക് കടയിൽ പോയാൽ ഭയങ്കര ഒരു ഡ്രസ് ഏത് ഡ്രസ് വേണമെങ്കിലും ഇട്ട് കൊടുത്താൽ ഏത് ഇട്ടാലും എനിക്ക് ഭംഗിയായിരിക്കുള്ളൂ. ഏത് വെറൈറ്റി ടൈപ്പ് ഓഫ് ഡ്രസ് ഇടാം. ഓക്കെ, അപ്പൊ ക്ലോത്തിങ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഒഴിച്ചുവിടാനാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീഡ്സ് ഉൾപ്പെടുന്നത് തന്നെയാണ് എന്റെ ക്ലോത്തിങ് അഥവാ വസ്ത്രങ്ങൾ. അടുത്ത നീഡ് എന്താണ്? ഇതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്. നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടതാണ്, നമുക്ക് കിട്ടാത്ത സാധനമാണത് അല്ലെ.
നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ റെസ്റ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല മിസ്. ഇവിടെ കുട്ടികളുടെ കാര്യം ഉണ്ട് പറയാൻ. നിങ്ങൾ ജസ്റ്റ് ചോദിക്കുന്നേ ഉള്ളൂ. The child must be allowed to get enough sleep and rest. This gives rest to the body organs and the child feels fresh when walking out. എന്താണ് സ്ലീപ്പ് ആൻഡ് റെസ്റ്റിന്റെ പ്രാധാന്യം? അതിന്റെ ആവശ്യകത ഉണ്ടോ കുട്ടികൾക്ക്? ഉണ്ട് മിസ്. ഉണ്ട് അല്ലെ? അവരെ മാക്സിമം ഇനഫ് ടൈമിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാനും ഉറക്കാനും ആവശ്യത്തിൽ കൂടുതൽ റെസ്റ്റ് ചെയ്യാനും നമ്മൾ സമ്മതിക്കണം അല്ലെ? അത് അനുവദിച്ചേ മതി. അവിടെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടില്ലേ നമ്മൾ? ഒരു സ്ഥലത്തും അടങ്ങി ഒതുങ്ങിയിരിക്കാത്ത കുട്ടികളെ കണ്ടിട്ടുണ്ടോ? റെസ്റ്റ്ലെസ് ആയിട്ടുള്ളത്. അങ്ങനെയുള്ള കുട്ടികൾ ഉറങ്ങിയില്ല, ഒരിടത്ത് ഇരിക്കുകയില്ല. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് മതിയായിട്ടുള്ള വിശ്രമവും മതിയായിട്ടുള്ള ഉറക്കവും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അത് അവരുടെ ആരോഗ്യത്തിനെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. This gives rest to the body organs and the child feels fresh when walking. അല്ലെ? കുഞ്ഞിന് നല്ല രീതിയിൽ ഒരു ഉറക്കം കിട്ടിയാൽ മാത്രം, പീസ്ഫുൾ ആയിട്ട് പ്ലസന്റ് ആയിട്ടൊന്ന് ഉറങ്ങിയാൽ മാത്രം നല്ല അറ്റൻഷൻ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ? നല്ല രീതിയിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് കുഞ്ഞിന് നല്ല അറ്റൻഷൻസ് ഉണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ രാത്രി ഉറങ്ങാത്ത കുട്ടികളെ കണ്ടിട്ടില്ലേ? വളരെ ഇറിറ്റേറ്റബിൾ ആയിരിക്കുള്ളൂ. അത് എന്തെങ്കിലും ഫിസിക്കലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് കുഞ്ഞുങ്ങള് രാത്രി ഉറങ്ങാറുണ്ട്. അങ്ങനെ ഉറങ്ങാതെ പിറ്റേ ദിവസം എഴുന്നേൽക്കുന്ന സമയത്ത് എന്തായിരിക്കും? കുഞ്ഞുങ്ങൾ വളരെ ഓക്കെ ആയിരിക്കുമോ? അല്ല അല്ലേ? അവർക്ക് വളരെ ബുദ്ധിമുട്ടുകളായിരിക്കും. ചില കുട്ടികളാണ് ഭയങ്കര വാശിയായിരിക്കും, സ്കൂളിൽ പോകാൻ മടിയായിരിക്കും. അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾ കാണിക്കും. അപ്പൊ നല്ല രീതിയിലാണ് അവർ ഉറങ്ങി എഴുന്നേക്കുന്നത്. പിറ്റേ ദിവസം ചില കുട്ടികൾ, നമ്മുടെ കുട്ടികൾ നോക്കി നല്ലോണം ഉറങ്ങി, ആവശ്യത്തിന് ഉറങ്ങി, അവന്റെ ഇഷ്ടത്തിൽ എഴുന്നേറ്റ് വരുവാണെങ്കിൽ ആള് ഓക്കെയാണ് അല്ലെ? അല്ലാതെ നമ്മ കുത്തിപ്പൊക്കി എഴുന്നേറ്റ്, ആള് തലേ ദിവസം ഉറങ്ങിയിട്ടില്ല, കുത്തിപ്പൊക്കി എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ വലിച്ചു വാരി പ്രശ്നമൊക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര വാശിയായിരിക്കും. അല്ല, അതേവൻ തനിയെ സ്വയം എഴുന്നേറ്റ് വന്നൊന്ന് ആലോചിച്ചിരിക്കും. എങ്ങനെയായിരിക്കും അന്നത്തെ ഒരു ദിവസം? രാവിലെ നല്ല മൂഡായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ എഴുന്നേക്കാറുണ്ടോ? നല്ലോണം ഉറങ്ങിയാൽ മാത്രമാണ് കുട്ടികൾ ആക്റ്റീവ് ആയിരിക്കുള്ളൂ. മിസ്, ചില കുട്ടികള് എത്ര കറക്റ്റ് ടൈമിന് ഉറങ്ങിയാലും എണീക്കാൻ അവർക്ക് ഭയങ്കര മടിയായിരിക്കും. ശരിയാ. കുട്ടികൾക്ക് മാത്രമുള്ള വലിയ ആൾക്കാർ. നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ ചെറുപ്പത്തിൽ? ചെറുപ്പത്തിലല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാ. എഴുന്നേക്കാൻ പറ്റുമോ? എപ്പോഴും എഴുന്നേക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റോടെയാണോ നിങ്ങൾ എഴുന്നേക്കുന്നത്? വെളുപ്പാൻ അല്ല 6 മണിക്ക് അലാറം വെച്ച് കഴിഞ്ഞാൽ 6:15. പക്ഷെ കാര്യങ്ങളൊന്നും നടക്കൂല ഓർത്ത് നമ്മൾ എഴുന്നേറ്റ് പോകുന്നുണ്ട് അല്ലെ? എന്നുവെച്ചാൽ എനിക്കൊക്കെ നല്ല മടിയാണ് വെളുപ്പിന് എഴുന്നേക്കാൻ. ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് നോക്കിയിട്ട് പഠിക്കുക. രാത്രി നമുക്ക് കുറെ സമയം ഇരുന്ന് പഠിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യരുത്. വെളുപ്പിന് ഇരുന്നിട്ട് പഠിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് പറ്റില്ല. ഉറങ്ങണല്ലേ? ഉറക്കത്തിന്റെ അത്രയും സുഖലോലുപമായ വേറൊരു പരിപാടി ഉണ്ടോ? എന്നെ ഇവിടെ നോടി ടീച്ചർ എന്തെന്നാണ് ഈ ക്ലാസ്സിൽ പറയണതിനെ കുറിച്ച്. പോയാ സ്വന്തം വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എത്ര നേരത്തെ വേണമെങ്കിലും ഞാൻ എണീക്കും. അപ്പൊ സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? റെസ്റ്റ് ടു ബോഡി ഓർഗൻസ് ആൻഡ് ഫീൽസ് ഫ്രഷ്ലി വേക്കപ്പ് അല്ലെ? നല്ല രീതിയിൽ കുഞ്ഞിന് ഉണർന്ന് എഴുന്നേക്കാൻ വേണ്ടിയിട്ടല്ലേ? ബോഡി ഓർഗൻസിനൊക്കെ നല്ല രീതിയിൽ റെസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങള് കുറച്ച് സമയമെങ്കിലും ഉറങ്ങാനും അവരെ വിശ്രമിക്കാനായിട്ട് അനുവദിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് ഏറ്റവും ഒഴിച്ചുകൂടാനുള്ള മറ്റൊരു ആവശ്യം കൂടിയാണ് എന്താ? സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ്. എന്താണ് ആക്ടിവിറ്റി ആൻഡ് എക്സസൈസിന്റെ പ്രാധാന്യം? ശ്രീലക്ഷ്മി ഒന്ന് വായിച്ചേ. ശ്രീലക്ഷ്മി ഒന്ന് വായിക്കൂ. Being at a growth age, the preschool child is very active. A good amount of physical activity and free play
Of course, under adult supervision is essential for sufficient muscle development. Lack of adequate opportunities of physical activity exercise can hinder the normal growth of children that result in growth retardation of retardation or malformation in the long run. Okay. ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ് നമുക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ്. ഇതും പ്രാധാന്യമുണ്ട് അതിന്. ഗ്രോത്ത് ഏജ്, അതായത് പ്രായപൂർത്തിയായ ഒരു സമയത്ത് അല്ലെ, പ്രീ സ്കൂൾ ചൈൽഡ് ഈസ് വെരി ആക്റ്റീവ്. പ്രീ സ്കൂൾ ടൈമിലെ കുട്ടികളെന്ന് ആലോചിച്ച് നോക്കിയാൽ അവരെങ്ങനെയായിരിക്കും? വളരെ ആക്റ്റീവ് ആയിരിക്കും അല്ലെ. കുട്ടികൾ ഏത് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് പ്രധാനമായും നടക്കുന്നത്? ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിരിക്കും അല്ലെ. ഭൗതികപരമായിട്ടുള്ള ആക്ടിവിറ്റീസുകളായിരിക്കും, പ്രവർത്തനങ്ങളായിരിക്കും ഒരു പ്രീ സ്കൂൾ ചൈൽഡില് നടക്കപ്പെടുന്നത്. A good amount of physical activity and free play. എന്താണ്? സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് അവർ കളിക്കുകയാണ് അല്ലെ. അവർക്ക് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ റെസ്റ്റ്ലെസ് ആയിട്ട് ഏത് ആക്ടിവിറ്റീസ് അതായത് ചാടുക, ഓടുക, വീഴുക, ഇങ്ങനെ എന്താണ് റെസ്റ്റ്ലെസ് ആണ് അവരല്ലേ. എപ്പോഴും ഇങ്ങനെ എന്താണ് ആക്ടിവിറ്റി ഓറിയന്റഡിലാണ് അവർ ആ ഒരു പ്രീ സ്കൂൾ കാലഘട്ടത്തില് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ അത് ഫ്രീ പ്ലേ ഓഫ് കോഴ്സ് അണ്ടർ അഡൾട്ട് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുതിർന്നവരുടെ മേൽനോട്ടത്തിലായിരിക്കും അത് നടക്കുന്നത് അല്ലെ. കുട്ടികൾ കളിച്ചാലും കുട്ടി കളിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ ഒരു കണ്ണിലൂടെയാണ്, നമ്മളുടെ ഒരു നോട്ടത്തിൽ ഉണ്ടായിരിക്കും എപ്പോഴും അല്ലെ. കുഞ്ഞുങ്ങളെ നമ്മളെ നോക്കിയിട്ട് കളിക്കുമായിരിക്കും എങ്കിലും നമ്മളുടെ ഒരു സൂപ്പർവിഷനിലായിരിക്കും കുഞ്ഞ് കളിക്കുന്നത് അല്ലെ. അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ഗ്രാൻഡ് പാരന്റ്സ് ആയിക്കോട്ടെ, ആരെങ്കിലും കുഞ്ഞിനെ ഒന്ന് നോക്കാനായിട്ടുണ്ടായിരിക്കും ആ ഒരു സമയത്ത് അല്ലെ. is essential for sufficient muscles development. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികൾ ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക് ഓറിയന്റഡ് ആവുന്നത്? പേശികളുടെ വികാസത്തിന്. സഫിഷ്യന്റ് മസിൽ ഡെവലപ്മെന്റ്സിന് വേണ്ടി അല്ലെ. പേശികളുടെ വികസനങ്ങൾ കൃത്യമായ രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ കുട്ടികൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവണമെന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ചില കുട്ടികൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്ന കുട്ടികളും ഉണ്ടായിരിക്കും. കുറച്ച് മാത്രം ചിലപ്പോൾ നമുക്ക് മോനെ ഒന്ന് കളിക്കുക ചെല്ല് എന്നൊക്കെ പറഞ്ഞ് നമ്മ പാരന്റ്സ് തന്നെ തള്ളി വിടുന്ന ചില കുട്ടികളുണ്ട്. ചിലവരൊന്നും പറയണ്ട, എന്താണ് പിന്നെ എപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും. ചില കുട്ടികൾ അനങ്ങാതിരിക്കും, പക്ഷെ കുറച്ച് കാര്യങ്ങൾ മാത്രം അവരുടെ എന്താണ് കുറച്ച് ആക്ടിവിറ്റീസ് മാത്രമേ അവർ ചെയ്യുന്നുണ്ടാവും. അവരുടെ ആ ഒരു ഏജിന് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാത്ത കുട്ടികളും ഉണ്ടായിരിക്കും. Lack of adequate opportunities for physical activity, exercise can hinder the normal growth of children, the result in growth retardation or malformation in the long run. അപ്പൊ ആ ഒരു സമയത്ത് അവരുടെ ഏജിനുള്ള സമയത്ത് എന്തിനെ കൃത്യമായ രീതിയിൽ ഫിസിക്കൽ എക്സസൈസും ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്ത കുട്ടികളിൽ, അങ്ങനത്തെ ഒരു അവസരങ്ങൾ കിട്ടാത്ത കുട്ടികളാണെങ്കിൽ അപ്പൊ എന്താ സംഭവിക്കുന്നത് പറയുന്നത്? എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്? അവർക്ക് റിട്രാർഡിയേഷൻ, ഗ്രോത്ത് റിട്രാർഡിയേഷൻ വെച്ചാൽ വളർച്ചാ മുരടിപ്പുണ്ടായിരിക്കും അല്ലെ. ആ കുട്ടികളില് ഏത് ഏജിലാണ് ഏതൊക്കെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് ആ പ്രവർത്തനങ്ങൾ ആ കൃത്യമായ ഏജിൽ നടന്നില്ലെങ്കിൽ, അതായത് പ്രത്യേകിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നടക്കേണ്ട സമയത്ത് അത് നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ കുട്ടികളില് വളർച്ചാ മാന്ദ്യം ഉണ്ടാവുന്ന പറയുന്നത് ഗ്രോത്ത് റിട്രാർഡിയേഷൻ അല്ലെ. അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോ അവരുടെ പേശികളൊക്കെ ചലിക്കാതിരിക്കും, കൈകാലുകളുടെ മൂവ്മെന്റ്സിലൊക്കെ എന്താണ് കുഞ്ഞ് എപ്പോഴും ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല. ചില കുട്ടികളിലൊക്കെ കാലൊക്കെ വളർന്നിരിക്കുന്നുണ്ടല്ലോ, ചില കുട്ടികളുടെ കൈയൊക്കെ കാലം ഇന്ന പൊസിഷനിൽ തന്നെ ഇരിക്കുന്നു. അമ്മ എടുത്തിട്ട് നടക്കുമ്പോൾ പാരന്റ്സിന്റെ ഒരു മേൽനോട്ടത്തിലാണ് കുഞ്ഞ് പോകുന്നത്. പക്ഷെ കുഞ്ഞിനെ ഫിസിക്കലായിട്ട് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് പാരന്റ്സ് കൊടുക്കുന്നില്ല, ഈ കുഞ്ഞ് ഇറങ്ങി ചെയ്യുന്നില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ എന്താണ് അവന് വളർച്ചാ മുരടിപ്പുണ്ടാവുന്ന ചാൻസസ്. ഓക്കെ, അപ്പൊ അത് ഒരു കുറെ നാളത്തേക്ക് ചിലപ്പോ എന്താണ് ആ കുഞ്ഞിന് ആ ഒരു അവസ്ഥയിൽ തന്നെ ചിലപ്പോൾ തുടർന്നു പോകാനുള്ള ചാൻസസ്.
അപ്പൊ കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് എന്താണ് അവന്റെ ബോഡി ഓർഗൻസിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താണ് മസിൽസിലൊക്കെ എന്താണ് വേറെ രീതിയിലുള്ള ഫോർമേഷൻ ആയിരിക്കില്ല, നല്ല രീതിയിലായിരിക്കില്ല. മാൽഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തെറ്റായിട്ടായിരിക്കും രൂപീകരിക്കപ്പെടുന്നത്. അതായത് ശരീരഭാഗങ്ങളില് ഏതെങ്കിലും ഓർഗൻസിലൊക്കെ എന്താണ് നോർമലുള്ള കുട്ടികളെ പോലെ അല്ല, എന്തെങ്കിലും വളർച്ചാ മുരടിപ്പുള്ള കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ലേ, എങ്ങനെയായിരിക്കും അവരുടെ കൈകാലുകള്, എങ്ങനെയായിരിക്കും കൈയൊക്കെ എപ്പോഴും മടങ്ങിയായിരിക്കും. മടങ്ങിയൊക്കെ ഇരിക്കും. ഇപ്പൊ ഷേപ്പിലാണ്. ഫിംഗേഴ്സുകളൊന്നും അധികം മൂവ്മെന്റ് ഉണ്ടായിരിക്കില്ല. പിന്നെ ചില കാറ്റഗറി ടൈപ്പ് ഓഫ് കുട്ടികൾക്ക് ചിലപ്പോ എന്താണ് ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാതെ ബുദ്ധിമാന്ദ്യത്തിലുള്ള കുട്ടികൾ അല്ലെ, മന്ദബുദ്ധി കാറ്റഗറി പറഞ്ഞ കുട്ടികളിൽ എന്താണ് അത് പറഞ്ഞിട്ടാണ്. ഇതൊക്കെ നോട്ട് കിട്ടിയായിരുന്നില്ലേ, ഇൻഡിവിജ്വൽ ഡിഫറൻസസിലെ നോട്ട് കിട്ടിയായിരുന്നോ? കിട്ടിയായിരുന്നോ? ഇല്ല മിസ്. ഇല്ല ഇല്ല മിസ്. ഇല്ലേ? ഇല്ല. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ തന്നിട്ടില്ല? എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ നോട്ട്സ് എന്ന് പറയുന്നത് ഈ മോക്ക് ടെസ്റ്റ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അതിന് പറയുന്നത് നോട്ട് കേട്ടോ. ഇൻഡിവിജ്വൽ സൈക്കോളജി കിട്ടിയിട്ടുണ്ട് മാം. ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഇൻഡിവിജ്വൽ ഡിഫറൻസില് ഒരു ഇന്റലിജൻസ് ടെസ്റ്റിന്റെ കാറ്റഗറി തന്നത് കിട്ടിയായിരുന്നോ? ഇവിടെ ഐക്യു നോക്കണ കാറ്റഗറി എന്ന് പറഞ്ഞത് ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ കിട്ടിയിട്ടുണ്ട്. അതില് നോക്കിയായിരുന്നോ നിങ്ങള്? ഞാൻ പറഞ്ഞില്ല ഇൻവിസിബിൾ ADHD ഏത് കാറ്റഗറി, ഐക്യു ഏത് കാറ്റഗറിയാണ് വരുന്നതെന്ന് പറഞ്ഞ്, അത് ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ. അത് പഠിക്കണം കേട്ടോ. അതിന്റെ നോട്ട് ആ ക്വസ്റ്റ്യൻസിന് താഴെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ജൂനിയറിന്റെ ഐക്യു എത്രയാണ്, സൂപ്പർ ജൂനിയറിന്റെ ഐക്യു എത്രയാണ്, എബോ ആവറേജ് ഐക്യു തുടങ്ങി ഇന്നവരെ, ഇഡിയറ്റ്സ്, ഇൻവിസിബിള്, മൊറോൺ, അതൊക്കെ ഏത് ടൈപ്പ് ഓഫ് ഐക്യൂലാണ് വരുന്നത് നോട്ട് നോക്കിയായിരുന്നോ? നോക്കണോട്ടോ. നോട്ട് കിട്ടിയിട്ടില്ലല്ലോ, ക്വസ്റ്റ്യൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ ഒപ്പം തന്നെ നോട്ട് ഉണ്ടായിരുന്നില്ലേ? ഇല്ല മിസ്സേ, ക്വസ്റ്റ്യൻസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇടാനായിരിക്കും. ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഐക്യു അത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കണോട്ടോ, അങ്ങനെ ഇട്ടേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇട്ടിട്ടില്ല കേട്ടോ മിസ്, ഇട്ടിട്ടില്ല. നോട്ടിലും റെക്കോർഡഡ് ക്ലാസ്സിലോ ഒന്നിലും ഇട്ടിട്ടില്ല അത്. അപ്പൊ ആക്ടിവിറ്റിയും എക്സസൈസും എന്താണ് കുഞ്ഞുങ്ങളുടെ വളർച്ചയെയാണ് ഏറ്റവും കൂടുതലും ബാധിക്കുന്നത്. അല്ല, ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു കുഞ്ഞിൽ നടന്നാൽ മാത്രമേ എന്താണ് അവരുടെ ടോട്ടലുള്ള വികസനത്തിൽ, മൊത്തത്തിലുള്ള വികസനത്തിന് അത് ഏറ്റവും കൂടുതൽ സഹായകമാണ്. അപ്പൊ അവരുടെ ശരീരത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാനാമത്തൊരു ആക്ടിവിറ്റി തന്നെയാണ് എന്ത്, ഒരു ബേസ് ആണ് എന്ത്, ആക്ടിവിറ്റിയും എക്സസൈസ്. ഫിസിക്കൽ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ എക്സസൈസ്. കുഞ്ഞുങ്ങളെ ഇപ്പൊ നിങ്ങളുടെ കുട്ടികളെ എക്സസൈസ് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ കൂടി, അവർ ഓക്കെ ആണെങ്കിൽ കൂടി എന്താണ് രാവിലെ വൈകിട്ടോ ഏതെങ്കിലും ഒരു 5 മൂവ്മെന്റ്സ് എങ്കിലും കുട്ടികളെ ചെയ്യിപ്പിക്കുക കേട്ടോ. എന്തെങ്കിലും 5 മൂവ്മെന്റ്സ്. നിങ്ങളിപ്പോ ഒരു മോണ്ടിസോറി ടീച്ചർ അല്ലേ, നിങ്ങൾക്ക് ഒരു യോഗ എക്സസൈസ് ഒക്കെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് അല്ലേ? അപ്പൊ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ കൂടി നിങ്ങൾ അത് ചെയ്യിപ്പിക്കുക. 5 ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ 5 എക്സസൈസ് ഡെയിലി ഒരു വീക്കിലോ 2-3 പ്രാവശ്യം ചെയ്യിപ്പിക്കണം കേട്ടോ. നിങ്ങളായിട്ടൊരു സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾ പറയാം, കൈകാലുകൾ എങ്ങനെ പൊക്കാൻ പറയാം, അങ്ങനെ വെക്കാൻ പറയാം. അങ്ങനെ നിങ്ങൾ സ്വയം ഒരു യോഗ ടീച്ചർ എന്ന രീതിയിൽ കുട്ടികളുടെ ക്ലാസ് എടുക്കും. അപ്പൊ നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യാം. അടുത്ത നീഡ് എന്താണ്? ഹൈജീൻ. ഹൈജീൻ എന്താണ്? ശുചിത്വം. നമ്മുടെ സൈക്കോളജിക്കൽ നീഡ്സിൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു നീഡാണ് എന്ത്? ഹൈജീൻ. ഹൈജീന്റെ ആവശ്യമുണ്ടോ? വളരെ അത്യാവശ്യം. ഈ കാര്യങ്ങളൊക്കെ എല്ലാം നടക്കണമെങ്കിൽ എന്താണ്, നമ്മൾ വളരെ ഹൈജീനിക് ആയിരിക്കണം. നല്ല ശുചിത്വം പാലിച്ചാൽ മതി നല്ല സ്ലീപ്പും നല്ല റെസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നല്ലോണം കുളിച്ച് വൃത്തിയായി ശരീരം നോക്കിയാൽ മാത്രം നല്ല റെസ്റ്റ് നടക്കാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ.
Personal and environmental cleanliness are important contribution to good health. എന്താ പറയുന്നത്? വ്യക്തിശുചിത്വവും പരിസര നല്ല ആരോഗ്യത്തിന് പ്രധാന ഒരു ഘടകം. കീപ്പ് ചെയ്താൽ മതിയോ? മിസ് വോയിസ് ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. ആണോ? റേഞ്ച് കൊടുത്തിരിക്കണം കേട്ടോ. Personal and environmental cleanliness are important contributors to good health. കേൾക്കുന്നുണ്ടോ? യെസ് കേൾക്കുന്നുണ്ട്. ശാരീരിക ശുചിത്വം മാത്രമല്ല, എന്താണ് നമ്മൾ പാരിസ്ഥിതികപരമായിട്ടും നല്ല രീതിയിൽ ശുചിത്വം പാലിക്കേണ്ടത് അല്ലെ? This demands proper toilet. എന്തൊക്കെ കാര്യങ്ങളാണ്? This demands proper toilet training of the child and care of body organs like eyes, nose, mouth, teeth, hair, skin and nails. Okay. നമുക്ക് ഏത് രീതിയിലുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് കുട്ടികളുടെ ഹൈജീനിക് ആക്കി വളർത്തണമെങ്കിൽ? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പ്രോപ്പർ ടോയ്ലറ്റ് ട്രെയിനിങ് അല്ലെ? പ്രോപ്പർ ആയിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കണം കുഞ്ഞുങ്ങളെ. കൃത്യമായിട്ട് ടോയ്ലറ്റിൽ പോവാനും കൃത്യസമയത്ത് രാവിലെ എപ്പോഴാണോ നമ്മളൊരു കൃത്യമായ ഒരു ടൈം കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത്, അതിനകത്ത് തന്നെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് അവന് സ്വയം നമ്മൾ അടുപ്പിച്ചു കൊടുക്കുക. ഒരു സമയം കഴിഞ്ഞ കുഞ്ഞിന്റെ ടോയ്ലറ്റ് നീഡ്സ് ഒക്കെ നമ്മൾ ചെയ്ത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് അത് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരു ഏജ് വരെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കേണ്ടി വരും. പിന്നെന്താണ്? കെയർ ഓഫ് ബോഡി ഓർഗൻസ്. ഇനി നമ്മളുടെ കുട്ടികളുടെ ശരീരത്തിൽ മറ്റു ഓർഗൻസ് ഉള്ളത് ഏതൊക്കെ ഓർഗൻസ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? ബോഡി ഓർഗൻസ് ലൈക്ക് eyes, nose, mouth, teeth, hair, skin and nails. Skin and nails അല്ലെ? ഇത്തരം കാര്യങ്ങളാണ് ബോഡി ഓർഗൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണ്, മൂക്ക്, അതുപോലെ തന്നെ വായ, പല്ലുകള്, മുടി, സ്കിന്ന്, നെയിൽസ് ഇതൊക്കെ കൃത്യമായ രീതിയിൽ നമ്മൾ ശുചിത്വം പാലിച്ചിരിക്കണം അല്ലെ? എന്താണ്? നെയിൽസ് ഒക്കെ കൃത്യമായ ഇടവേളകളിൽ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? ബ്രഷ് 2 നേരം കുട്ടികളെ പല്ല് തേപ്പിക്കണം. 2 നേരം ഫസ്റ്റ് ആയിട്ട് തേപ്പിക്കണം. പിന്നെ അവരുടെ ഹെയർ ഒക്കെ നല്ല രീതിയിൽ പേനോ അഴുക്കൊക്കെ ഒന്നും വരാതെ കൃത്യമായിട്ട് ശുചിയായി നോക്കണം. ദെൻ മൗത്ത്. നോസ് എന്താണ്? കുഞ്ഞുങ്ങൾ ചിലപ്പോ വീട്ടില് ചിലപ്പോ ഒന്നും കൃത്യമായ രീതിയിൽ നോക്കുന്ന കുട്ടികളായിരിക്കില്ല. അതുപോലെ തന്നെ കണ്ണ്, ഇതൊക്കെ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട സ്ഥലങ്ങളാണ് അല്ലെ? അവിടെ കുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ നോക്കാനായിട്ട് അറിയില്ല. അപ്പൊ നമ്മളാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത്. Children should be given training to keep their anal and genital areas and clean, to wash their hands clearly with soap and water every time after using the toilet. പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എന്ത് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ജെനിറ്റൽ ഏരിയാസ് അല്ലെ? കുട്ടികളുടെ മറ്റ് സ്വകാര്യ ഭാഗങ്ങളൊക്കെ ഏത് രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ യൂറിൻ പാസ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ മോശം കഴിഞ്ഞതിന് ശേഷം ഏത് രീതിയിൽ ക്ലീൻ ചെയ്യണം, അതിനുശേഷം കൈകളൊക്കെ കൃത്യമായി കഴുകണം അല്ലെ? സോപ്പ് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് കഴുകണം. ടോയ്ലറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രെയിനിങ്ങിലും കുട്ടികൾ ആ ഒരു സമയത്ത് തന്നെ പഠിച്ചിരിക്കണം. ഏകദേശം ചില കുട്ടികൾ കുഞ്ഞിലേ തന്നെ പഠിക്കും അല്ലെ? ചില കുട്ടികൾ 8-9 വയസ്സായാലും ടോയ്ലറ്റ് ട്രെയിനിങ് കിട്ടാത്ത കുട്ടികളുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ അത് ബുദ്ധിമുട്ടനുഭവിക്കും. അപ്പൊ പേഴ്സണൽ ഹൈജീനിക് അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഹൈജീനിക് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയാണ്. നമ്മളുടെ ശരീരം ശുചിയായി സൂക്ഷിക്കേണ്ടത് അല്ലെ? കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ ഇത്തരത്തിലുള്ള ഓർഗൻസ് ഒക്കെ കൃത്യമായി എന്താണ് ശുചീകരിക്കേണ്ടത് അവരുടെ തന്നെ അത്യാവശ്യമാണ്. അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാവരും എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റു തരം അസുഖങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തില് അവർക്ക് പ്രത്യേക ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഹൈജീൻ, ശുചിത്വം എന്നത് എന്താണ്? ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആവശ്യം തന്നെയാണ് അല്ലെ? എന്തൊക്കെ കാര്യങ്ങളാണ് ഫിസിയോളജിക്കൽ സൈക്കോളജിക്കൽ നീഡ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? വാട്ടർ,
Food and Food and water, 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 sleep cloth, and rest, Clothing, and sleep and rest, hygiene. 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 ഓക്കെ. The role of emotions affection നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കണം കേട്ടോ. റോൾ ഓഫ് ഇമോഷൻസ് എളുപ്പമാണ്, അത് വായിച്ചാൽ മതി. വായിച്ചു നോക്കിയിട്ട് വരാം കേട്ടോ. ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. മിസ് സൈൻ ഔട്ട് ഉണ്ടായിരുന്നു. സൈൻ ഔട്ട് പറഞ്ഞു. The art of teaching is the art of assisting discovery. Adira Miss, thanks for guiding and teaching as well. Today Miss took a new topic, psychological needs, some of which are needs knowledge for us. Thank you very much to my classmates for your discussions and making our training section so nice. This is Sarah signing out from our Montessori class. Have a great day to all my dear friends and teacher. Advance Happy New Year wishes to all. Thank you. Okay, advance happy new year to all. Thank you. Wish you happy New Year, Miss. Happy New Year. മറന്നു പോയത് പറയാം. Happy New Year, ma'am. Happy New Year. Happy New Year. Thank you. എല്ലാവർക്കും happy New Year. Next year കാണാം കേട്ടോ.